നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 19 വായനാ ദിനം. ജൂൺ 19 ദേശീയ വായനാ ദിനമായി നമ്മൾ ആചരിക്കുകയാണ്. വായനാ ദിനം എന്ന് കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നത് കുഞ്ഞുണ്ണി മാഷിന്റെ വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും എന്ന 2 വരികളാണ്. കുട്ടികൾക്ക് വേണ്ടി എഴുതിയ കവിതയാണെങ്കിലും ഈ കവിത വായനക്കാർക്ക് പറഞ്ഞു തരുന്നത് വായിച്ച് അറിവ് നേടുക എന്നതാണ്. ടെക്നോളജിയും ശാസ്ത്രവും വളർന്നു വരുന്ന ഈ കാലത്ത് നമ്മുടെ കുട്ടികൾക്ക് വായനയുടെ പ്രാധാന്യം പറഞ്ഞു കൊടുക്കണം. കുട്ടികൾ പാഠപുസ്തകത്തിൽ അച്ചടിച്ചു വരുന്ന കാര്യങ്ങൾ മാത്രം പഠിക്കാതെ ചെറുകഥകളും നോവലുകളും കവിതകളും എല്ലാം വായിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പാഠപുസ്തകങ്ങൾക്കപ്പുറം വായനയുടെ ഒരു മനോഹരമായ ലോകം അവർക്ക് മുന്നിൽ ഉണ്ടെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ഓരോ വായനാ ദിനത്തിനും സാധിക്കുന്നുണ്ട്. വായന നമ്മെ അറിവിന്റെ മനോഹരമായ ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. നമുക്കറിയാത്ത പുതിയ അറിവുകളും ഓരോ വായനയിലൂടെയും നമുക്ക് ലഭിക്കും. കൂടാതെ പുതിയ ഒരു വിഷയത്തെക്കുറിച്ച് കൂടുതൽ ആലോചിക്കാനും പഠിക്കാനും കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താനും നമുക്ക് വായനക്കാരന് സാധിക്കും. കേരളത്തിൽ ആദ്യമായി വായനശാലയ്ക്ക് തുടക്കം കുറിച്ച വ്യക്തിയാണ് PN പണിക്കർ, പുതുവയൽ നാരായണ പണിക്കർ. അദ്ദേഹത്തിന്റെ ചരമദിനമാണ് ജൂൺ 19. അദ്ദേഹത്തോടുള്ള സ്മരണയാണ് കേരള സർക്കാർ ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്. കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് ജൂൺ 19 മുതൽ 25 വരെ ഒരാഴ്ച വായനാ വാരമായും ആചരിക്കുന്നുണ്ട്. 2017 ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൂൺ 19 ദേശീയ വായനാ ദിനമായി പ്രഖ്യാപിച്ചു. അതിനുശേഷമുള്ള ഒരു മാസം ദേശീയ വായനാ ദിനമായി ആചരിക്കാനും തീരുമാനിച്ചു. ഇന്ന് സ്കൂളുകളിലും കോളേജുകളിലും വായനാ ദിനം നല്ല രീതിയിൽ ആഘോഷിക്കുന്നുണ്ട്. അതുപോലെ അന്ന് ഉപന്യാസ മത്സരം, പ്രസംഗ മത്സരം തുടങ്ങിയ വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. ശരീരത്തിന് ഊർജം പകരാൻ ഭക്ഷണം എന്നതുപോലെ മനസ്സിന്റെ ആരോഗ്യത്തിന് അത്യുത്തമമാണ് വായന. ആലപ്പുഴയിലെ നീലപ്പേരൂരിലാണ് PN പണിക്കരുടെ ജനനം. ഗോവിന്ദപിള്ളയുടെയും ജാനകി അമ്മയുടെയും മകനായ അദ്ദേഹം 1926 സനാതന ധർമ്മ വായനശാല സ്ഥാപിച്ചു. ഇതാണ് വായന പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്കുള്ള തുടക്കം. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആഹ്വാനം. പുത്തൻ ആശയങ്ങളുമെല്ലാം രൂപപ്പെടണമെങ്കിൽ വായന കൂടിയേ തീരൂ. ഏവർക്കും വായനാ ദിനാശംസകൾ. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.